മലപ്പുറം കോട്ടക്കലിൽ നിയന്ത്രണം വിട്ട ലോറി നിരവധി വാഹനങ്ങളിലിടിച്ച് അപകടം. കോട്ടക്കൽ പുത്തൂർ ഇറക്കത്തിലാണ് അപകടമുണ്ടായത്. 10ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 2 പേരുടെ നില ഗുരുതരമാണ്. ജംഷീർ കൊടിഞ്ഞി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ജംഷീർ, ഇത് എപ്പോൾ എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? ഒരുപാട് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന് പറയുന്നു. പരിക്ക് ഗുരുതരമുള്ളതാണോ? ജിൽസി 9 വയസ്സുള്ള ഒരു കുട്ടി ഉൾപ്പെടെ 10ഓളം പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. വലിയ ഒരു അപകടമാണ് ഇന്ന് രാവിലെ ഏതാണ്ട് 7:15 കൂടി കോട്ടക്കൽ പുത്തൂരിൽ നടന്നിരിക്കുന്നത്. നമുക്ക് ദൃശ്യത്തിൽ കാണുന്ന ഈ ഇറക്കത്തിലാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. ഈ ഇറക്കത്തിന്റെ ഏറ്റവും മുകളിൽ നിന്ന് നിയന്ത്രണം വിട്ട ലോറി നിരവധി വാഹനങ്ങളിൽ ഇടിച്ച് താഴേക്ക് വരികയായിരുന്നു. മുകളിൽ നിരവധി വാഹനങ്ങൾ ഉണ്ടായിരുന്നു. ബൈക്കുകൾ, കാറുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഇടിച്ച് തെറിപ്പിച്ച് നിയന്ത്രണം വിട്ട് വേഗതയിൽ താഴേക്ക് പതിച്ചു. താഴെ എത്തിയ ലോറി ഒരു ഇലക്ട്രിക് പോസ്റ്റിലും അതോടൊപ്പം തന്നെ നിരവധി ഇലക്ട്രിക് പോസ്റ്റുകളിലും ട്രാൻസ്ഫോമറിലും ഇടിച്ചാണ് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിലാണ് ഇപ്പോൾ 10ഓളം പേർക്ക് പരിക്കേറ്റിരിക്കുന്നത്. ഇവരെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അതിൽ ഒരു 9 വയസ്സുകാരനും ഉൾപ്പെടെ ഉണ്ട്. 2 പേർക്ക് പരിക്ക് ഗുരുതരമാണ് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് എന്നുള്ളതാണ്. രാവിലെ 7:15 കൂടിയായിരുന്നു ഈ അപകടം സംഭവിച്ചത്. ഇപ്പം ഈ പ്രദേശത്തെ ആളുകളോട് നമുക്ക് ചോദിക്കാൻ തോന്നുന്നു ഈ അപകടത്തിന്റെ ഒരു വ്യാപ്തി. അപകടത്തിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന ആളുകൾ ഇവിടെയുണ്ട്. എപ്പോഴായിരുന്നു അപകടം? എപ്പോഴാണ് സംഭവിച്ചത്? ഇന്ന് രാവിലെയാണ് സംഭവിച്ചുള്ളത്. ഇതിവിടെ കാലങ്ങളായിട്ട് സംഭവിക്കേണ്ടതാണ്. ഞങ്ങൾക്ക് പുത്തൂർക്കാർക്ക് ഇതെന്താ ഒരു ഒന്നല്ലാതേക്കണം. ഇതിന് ശരിക്കും നടപടി എടുക്കാത്തത് ഇവിടുത്തെ ഇതിന്റെ ഉദ്യോഗസ്ഥരടക്കമുള്ള ആൾക്കാർ. ഞങ്ങൾ ഒരുപാട് ഇവിടെ ജനകീയമായിട്ട് പണ്ടൊരു സമരം നടത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ RTOന്റെ ആൾക്കാർ ഇവരൊക്കെ വന്ന് ചെയ്തപ്പോൾ ഞങ്ങൾ പറഞ്ഞു ബോർഡ് വെക്കാൻ പറഞ്ഞു. അപ്പൊ PWന്റെ പ്രശ്നം അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ആകെ ഒരു ചെറിയ 2 ബോർഡ് വെച്ച് ഇവർ പോയി. ഇതിനൊരു ശാശ്വത പരിഹാരം ഇല്ലെങ്കിൽ ഇനി നാട്ടുകാർ കണ്ടു നിൽക്കൂല. ഇതിൽ ഒരൊറ്റ വലിയ വണ്ടി ഇതിൽ പോവാനായിക്കൂല. അപകടങ്ങൾ ഇവിടെ നേരത്തെ അപകടം എത്ര മരണങ്ങൾ ഇവിടെ സംഭവിച്ചത്. ഇതൊക്കെ ശരിക്കും ഇവർ ഈ ഉദ്യോഗസ്ഥലത്തിൽ അവരൊക്കെ കാണേണ്ട ദിനരാതെ എത്ര ആളുകളെ മരിച്ചു പോയിട്ടുണ്ട് ഇവിടെ. അറിയാം എത്ര കുട്ടികള്, എത്ര ആളുകൾ, വയസ്സായ ആളുകൾ, എത്ര വണ്ടികള്, ഇതിന് ഒരു ഇത് വേണ്ടേ? ഇങ്ങനെ കടക്കുന്നല്ലോ. ഇന്നാണ്ടല്ലോ ഇനി ഇവിടെ എന്ത് വേണം? ഒന്നിക്കൽ ഇതിൽ വലിയ വണ്ടി വരാതെ ഇവിടുത്തെ ഉദ്യോഗസ്ഥരടക്കം പോലീസുകാരടക്കം ഇതിന്റെ ഈ പെരിന്തൽമണ്ണ റോഡിന്റെ അരിച്ചോട് വലിയ ഒരു ഭാഗത്ത് അവിടെ നിന്നിട്ട് പറയണം ഇവിടെ വണ്ടി ബ്രേക്ക് പോകുന്നുണ്ട്, അതുകൊണ്ട് ഇവിടെ ശ്രദ്ധിച്ചു പോകണം. അവർ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ സത്യമായിട്ട് പറയാം, ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടി ജനകീയമായിട്ട് ഇവിടുത്തെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരും കൂടിയിട്ട് ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകുന്നതാണ് ഞങ്ങൾക്ക് അതിലറിയാം. എന്ത് നിയന്ത്രണം വേണമെന്ന് 5 മിനിറ്റ് നേരം വെക്കുകയാണ്. ഇവിടെ മദ്രസ സ്കൂളൊക്കെ ഉണ്ട്. ആ കുട്ടികൾക്ക് 5 മിനിറ്റ് നേരം വെക്കിയപ്പോൾ ഒരു 10-50 കുട്ടികൾ ചെയ്യാൻ പോകും. അങ്ങനത്തെ സ്ഥിതിയാണ് ഇവിടെ ഉള്ളത്. കാരണം ഇപ്പൊ 2 ദിവസത്തിന് ചൂടുണ്ടാവും. പിന്നെ ഈ ഉദ്യോഗസ്ഥന്മാരെന്ത് ചെയ്യും? പിന്നെ ആ ബൈക്ക് തിരിഞ്ഞു നോക്കൂല. എങ്ങനെ നിയന്ത്രണം വരുത്തണം എന്ന് പറഞ്ഞപ്പോൾ ആകെ 2 സിഗ്നലാണ് കൊടുത്തിട്ടുള്ളത്. ഈ അറിയാത്ത തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും വരുന്ന വണ്ടിയുണ്ട്. അവർക്ക് ഇതിനെപ്പറ്റി ഈ ഇറക്കത്തിനെ പറ്റി അറിയില്ല. അപ്പൊ അങ്ങനെ അതിനുള്ള ഒരു സുരക്ഷ എന്തെങ്കിലും ഗവൺമെന്റ് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഈ കുട്ടികൾ, സ്കൂൾ കുട്ടികൾ മോർച്ചും പോകേണ്ടതാണ്. അത് നിത്യജീവ പോലെയൊക്കെ ഉണ്ടാവുക. ഇത് ബ്രേക്ക് നഷ്ടപ്പെട്ടാണ്. ബ്രേക്ക് നഷ്ടപ്പെട്ടാണ്. ബ്രേക്ക് നഷ്ടപ്പെട്ടാൽ എന്നിങ്ങനെ എല്ലാവരും ബ്രേക്ക് നഷ്ടപ്പെട്ടാണെന്ന് പറയും. പക്ഷെ അതുകൊണ്ട് എന്താ കാര്യമുള്ളത്? ബ്രേക്ക് നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞത് അതിന് കാരണം എന്താണെന്ന് ഇവരെ അറിയിക്കണ്ടേ? ഇത്ര വണ്ടി വരുമ്പോ ഇതിന്റെ ഒരു ഉദ്യോഗസ്ഥലത്തിൽ അവരുടെ ഒരു തീരുമാനമെടുത്ത് അല്ലെങ്കിൽ അവരെ നാട്ടുകാരെ വിളിച്ചു വരുത്തിയിട്ട് എന്താണ് വിഷയം പഠിച്ചിട്ട് അതിൽ നടപടി സ്വീകരിക്കണ്ടേ? അതാണ് നമ്മൾ ചോദിക്കണ്ടേ. എത്ര ആളുകളാണ് എല്ലാ ഓഫീസുകളും പരാതിയും ഒക്കെ കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ഒരു തീരുമാനം ഇന്ന് വരെ ഈ ഒരു പ്രദേശത്ത് കാണില്ല. അത് എന്താണെന്നുള്ളത് നമുക്കറിയാം. ഇതിന് തീരുമാനം എടുക്കില്ലാണ്ടെങ്കിൽ സത്യമായിട്ടാണ് ഞങ്ങൾ പറയുന്നത്, ജനകീയ പ്രക്ഷോഭം ഉണ്ടാവും. ഉറപ്പിച്ചോളൂ. അതായത് ഈ മേഖലയിൽ അപകടം നിത്യസംഭവമാണ് എന്നാണ് നാട്ടുകാർ പറയുന്ന. ഒരു സൂചനാ ബോർഡ് പോലും ഇവിടെ കൃത്യമായി വെക്കുന്നില്ല. ഇത്തരത്തിൽ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് ലോറിയിലൊക്കെ വരുന്നവർക്ക് ഈ റോഡിന്റെ ഗതി അറിയാതെ അവർ സ്പീഡിൽ വരികയും പിന്നീട് ബ്രേക്ക് നഷ്ടപ്പെട്ട് അമിത വേഗതയിൽ പോകുന്ന ആ ഒരു സാഹചര്യം, നിരവധി അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇന്നത്തെ അപകടത്തിൽ നിന്ന് ഈ പ്രദേശത്ത് സമീപത്തെ ഒരു മദ്രസയാണ്. 7:30 മദ്രസയിലെ കുട്ടികളെ വിടും. അവർ ഈ റോഡ് മുറിച്ചു കിടക്കുന്നതാണ്. ഏതാനും മിനിറ്റുകൾ മുൻപാണ് ഈ അപകടം സംഭവിച്ചത്. ഒരു അല്പം വൈകി പോവുകയായിരുന്നെങ്കിൽ നിരവധി കുട്ടികൾ ഈ അപകടത്തിൽ പെടുമായിരുന്നു
എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇപ്പോൾ തന്നെ ഏതാണ്ട് ഒരു 1/2 കിലോമീറ്റർ മുകളിൽ നിന്നാണ് ഈ വണ്ടി നിയന്ത്രണം ഇട്ട് വന്നിട്ടുള്ളത്. ലോറികളിലും കാറിലും ബൈക്കിലും ഒക്കെ ഇടിച്ച് അവരെല്ലാം ഇടിച്ച് തെറിപ്പിച്ച് മറ്റൊരു കാറിനെ പാടത്തേക്ക് ഇടിച്ച് തെറിപ്പിച്ച് അങ്ങനെയാണ് ഇപ്പോൾ വളരെ ഗുരുതരമായ ഒരു സംഭവം തന്നെയാണ്. കാരണം നാട്ടുകാരൊക്കെ പറയുന്നത് വെച്ച് നോക്കുക, ഇത് ഇവിടെ സ്ഥിരം സംഭവമാണ്. മാത്രമല്ല ഒരു ഇറക്കമാണെന്ന് തോന്നുന്നു. അവിടുന്ന് ബ്രേക്ക് നഷ്ടപ്പെടുന്നു പതിവായി പറയുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലൊരു ജാഗ്രതാ ബോർഡ് സ്ഥാപിക്കലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നടപടി എടുക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇതിങ്ങനെ ആ പ്രദേശത്തുള്ള ആളുകളുടെ ദേഹത്തേക്കൊന്നും കയറിയിട്ടില്ല ഉണ്ടെന്ന് പറയുന്നു. Yes, അതെ, കുട്ടികളൊക്കെ ഉണ്ട് ഉള്ളതാണ്. അപ്പോൾ തീർച്ചയായും ഇതിനൊരു പരിഹാരം വളരെ അത്യാവശ്യമാണ്. ജംഷീർ കൊടിഞ്ഞിയാണ് വിവരങ്ങൾ നൽകിയത്.